എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ തമിഴ്നാട് എന്ന് പറയാവുന്ന വണ്ടിപ്പെരിയാറ്റിലാണ്. ഇന്ന് ഇവിടെ നിന്ന് കുറച്ചുള്ളിലേക്ക് പോയി വീഡിയോയിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ സ്ഥലവും അവിടുത്തെ താമസ സൗകര്യങ്ങളും അവിടുത്തെ മറ്റു കാഴ്ചകളും ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കാണാം. Your toes, fire grows. You are ready for a different kind of life. നമ്മളിപ്പോൾ ഉള്ളത് ഗവി റൂട്ടിലെ പെരിയാറിന്റെ തീരത്താണ്. See you where the ocean meets the sky. Under our clothes, a fire grows. We are ready for this life of running wild. We're running wild. Underneath the rows of trees, I will see you where the ocean meets the sky. നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇത് സത്ര ഏരിയയിലാണ്. ഇതാണ് സ്ഥലം. ഫ്രണ്ടിലെ വ്യൂ എങ്ങനെയുണ്ട്? നല്ല കിടുക്കാച്ചി വ്യൂ ആണ്. ഈ ഫ്രണ്ടിൽ കാണുന്നത് ഫോറസ്റ്റാണ്. ആന മുതൽ മൃഗങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഇതിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ വേലിക്കപ്പുറം വനമാണ്. അതിലേക്കുള്ള ഓഫ് റോഡ് ട്രിപ്പുകൾ വരുന്നതാണ് ആ ജീപ്പുകൾ കിടക്കുന്നത് കാണുന്നത്. മലയുടെ മുകളിൽ കാണുന്നില്ലേ? ഇവിടെ കുറച്ച് ഏലകൃഷിയൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ കായ എടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പച്ചൻ ചേട്ടൻ നമ്മളുണ്ട്. ആളിതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും നമുക്ക്. ഇതതിലെ മുഴുവൻ പറിക്കുമോ? വിളഞ്ഞത് എങ്ങനെ വിളഞ്ഞ അറിയാൻ പറ്റുന്നേ? അതെ, അത് നമ്മൾ ഞെക്കുമ്പോൾ പൊട്ടുവോ? മഞ്ഞ അതെ, അത് നമ്മളിപ്പോൾ പൊട്ടിച്ചപ്പോഴല്ലേ അറിഞ്ഞേ? അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? കൊത്തനുസരിച്ച് എടുക്കണം. കൊത്ത് കണ്ടോ? ഈ കൊത്ത് കണ്ടോ? ഈ കൊത്ത് നിൽക്കുന്നുണ്ടോ? ഇത് കണ്ടോ? മനസ്സിലായിക്കോ ശരിക്ക്? ഇത് കണ്ടോ? ഈ കൊത്ത് കണ്ടോ? അപ്പൊ ഇത് മേലത്തെ പിഞ്ചല്ലേ? ഇത് ഒന്ന് പഴമാണെങ്കിൽ ഇത് കരിങ്കായ ആയിരിക്കും. ഒന്ന് നല്ല പഴവും ഒന്ന് ചെറിയ കറുപ്പടച്ച കായമായിട്ട് വരും. അങ്ങനെ വരുന്ന ഒരുമിച്ച് കൂടെ ഉള്ളതിൽ അറിയാൻ പറ്റും അല്ലേ? ഒരുമിച്ചല്ല, ഒരു കായ ആണെങ്കിലും അറിയാൻ പറ്റും. ഒരു കായ എടുക്കുന്നെങ്കിലും നമുക്ക് എടുക്കുന്നവർക്ക് അറിയാം. ശരി. അപ്പോൾ നമ്മളൊന്നും നോക്കിയാൽ നടക്കുകയല്ല. എല്ലാം അതല്ലേ. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുള്ളൂ. മൃഗങ്ങൾ ഇറങ്ങാനുള്ള ചാൻസ് കുറവാണെങ്കിലും നമുക്ക് നോക്കാം. ഞങ്ങൾ വന്നറിഞ്ഞ് കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് കാട്ടുകോഴികൾ നമുക്കൊന്ന് പോയി കാണാം. ഉണ്ടോ? ഇതാ നോക്കിക്കോളൂ കാട്ടുകോഴികൾ. വേറെ എന്നാ വരുന്നത്? ആനയല്ലാണ്ട് പന്നി ഉണ്ട്. പുലിങ്കിലിയൊന്നും ഇല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞില്ല ആനയുടെ കാര്യം. അതാ നിൽക്കുന്ന ആ മലയുടെ മേളിൽ. ആ മലയുടെ മേളിൽ ഇപ്പോൾ ഉണ്ട് ഒരു ആന. വെയിൽ കുറഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇനി കുറച്ച് നമുക്ക് സത്തത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഞങ്ങൾക്ക് ആനയെ അടുത്ത് കാണാൻ യോഗമില്ലെന്ന് തോന്നുന്നു. കുറച്ച് ദൂരെ നിന്നൊക്കെ ആനകളെ കാണുന്നുണ്ട്. ആനപ്പിണ്ടം. ആനയില്ല, ആനപ്പിണ്ടം. ആന പോകുന്ന ചാലുകളാണ്. കുന്നിന് മുകളിൽ ഓഫ് റോഡ് ജീപ്പ്
ഇതൊക്കെ റവന്യൂ ഭൂമിയാണ്. ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വനമാണ്. അവിടെ എല്ലാം അങ്ങോട്ടേക്ക് പ്രവേശിക്കരുതെന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. വനത്തിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആനകൾ വന്ന് കയറുന്നതാണ്. കണ്ടില്ലേ, ഫുള്ള് ആനപ്പിണ്ടമാണ്, ഉണങ്ങിയ ആനപ്പിണ്ടം. ഫോറസ്റ്റിൻ്റെ അതിർത്തി അതിക്രമിച്ച് കടക്കരുത്. നമുക്ക് അതിക്രമിച്ച് കടക്കണ്ട, നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് നടന്നു പോകാം. ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളെന്ന് തോന്നും. കരിമന്തിയെ കാണാൻ കുറച്ച് ആ മരത്തിൻ്റെ മുകളിൽ. കുറച്ച് ദൂരെ ആയതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല. നമുക്ക് ഈ വില്ലയുടെ മേളിലൊന്ന് കയറി നോക്കാം, ഇതിൻ്റെ മുകളിൽ എന്താണ് കാഴ്ച എന്നുള്ളത്. രാത്രിയായി തുടങ്ങി.